ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് തിരുവചനം പഠിക്കുവാൻ ലഭിച്ച നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. हमें जो आज प्रभु का वचन को सीखने के लिए मिला हुआ समय के लिए मैं प्रभु को धन्यवाद देता हूँ. आज हम लोग चैप्टर 10 एंड चैप्टर 11 को देखेंगे. 10-ാം അധ്യായവും 11-ാം അധ്യായം ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. മാത്യു ഗോസ്പൽ चैप्टर 10 एंड चैप्टर 11. लेकिन चैप्टर 10 का वर्सेस 1 से नहीं पढ़ेंगे हम लोग, बल्कि चैप्टर 9 का 35 से जो है पढ़ेंगे तो ही चैप्टर 10 हमें समझ में आएगा. 10-ാം അധ്യായം എൻ്റെ 1-ാം വാക്യം മുതലല്ല നമ്മൾ വായിക്കാൻ പോകുന്നത്. പ്രത്യേകത 9-ന്റെ 35 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളൊന്ന് വായിക്കാൻ പോകുന്നത്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് 10-ാം അധ്യായം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവമക്കൾ 9-ന്റെ 35 മുതലുള്ള വാക്യം മലയാളം ബൈബിളിൽ നോക്കണം. ഹിന്ദിയിലായിരിക്കും ഇവിടെ വായിക്കുന്നത്. ഭാവന सिस्टर अगर है तो 9 का 35 से जरा पढ़िएगा. यीशु सब नगरों और गांवों में फिरता रहा और उनके आराधनालयों में उपदेश करता और राज्य का सुसमाचार प्रचार करता और हर प्रकार की बीमारी और दुर्बलता को दूर करता रहा. जब उसने भीड़ को देखा तो उसको लोगों पर तरस आया, क्योंकि वे उन भेड़ों के समान जिनका कोई रखवाला ना हो व्याकुल और भटके हुए से थे. तब उसने अपने चेलों से कहा, पके खेत तो बहुत हैं पर मजदूर थोड़े हैं. इसलिए खेत के स्वामी से विनती करो कि वह अपने खेत काटने के लिए मजदूर भेज दे. बस ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ 10-ാം അധ്യായം മനസ്സിലാക്കണമെങ്കിൽ 9-ന്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിച്ചെങ്കിലേ 10-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 9-ന്റെ 35 മുതലുള്ള വാക്യം ദയവ് ചെയ്ത് നിങ്ങൾ വായിക്കണം. मैंने जिस तरह कहा 10th चैप्टर समझना है तो 9 का 35 से हम लोग पढ़ेंगे तो ही समझ में आएगा. ठीक है. तो द टुडे सब्जेक्ट इज പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഹിസ് മിഷൻ. കർത്താവിൻ്റെ ദൗത്യത്തോട് പങ്കാളികൾ ആകുവാനും കൂടെയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നത്. കർത്താവിനെ അനുഗമിക്കണം. നമ്മുടെ സ്വഭാവം കർത്താവിനെ പോലെ അനുരൂപരായി തീരണം. അപ്പോൾ തന്നെ നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ദൗത്യത്തോട് പങ്കാളികളും ആകുവാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? परमेश्वर के स्वरूप में, नेचर में हमें होना है, लेकिन परमेश्वर के मिशन में, यीशु मसीह के उस मिशन में भी वी शुड बी पार्टिसिपेटिंग. वी शुड चर्च में ऐसा कोई भी व्यक्ति नहीं है जो बोल सकता है कि नो आई एम नॉट पार्ट ऑफ द मिशन. സഭയിൽ ഒരു വ്യക്തി പോലും ഇല്ല, കർത്താവിൻ്റെ സഭയിൽ ഞാൻ കർത്താവിൻ്റെ ദൗത്യമായിട്ട് എനിക്കൊരു പങ്കും ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി പോലുമില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാണെങ്കിൽ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, ഒരു ദൗത്യം എല്ലാ ദൈവമക്കൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കണം. हम मसीह के कलीसिया के शरीर के भाग है तो हमें एक दौत्य है, हमें एक मिशन है, और उस यीशु मसीह के मिशन में हम लोग भी शामिल हैं. लेकिन वो मिशन का शुरुआत देखो कैसा होता है. दैट इज वाई वी आर रीडिंग फ्रॉम चैप्टर 9 verses 35. 9-35 മുതലുള്ള വാക്യം നമ്മൾ തുടങ്ങി വായിക്കാനുള്ള കാരണം ഈ ദൗത്യത്തിന് വേണ്ട മനോഭാവമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ये मिशन के लिए हमारे अंदर जो एटीट्यूड, हमारे अंदर जो चाहिए स्वभाव क्या है, 9 का 35 से हम लोग पढ़ते हैं. 36वां वाक्य नोकिए, 36 वचन को जरा देखें. जब उसने भीड़ को देखा तो उसको लोगों पर तरस आया. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴിഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. അപ്പം പുരുഷാരത്തെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. लोगों को देखकर परमेश्वर ने तरस खाया. किसके लिए तरस खाया? उनको खाना नहीं है, उसके लिए है क्या? ऐसा तरस खाया हुआ जगह लिखा हुआ है.
അവർക്ക് ഭക്ഷണമില്ലാതിരിക്കുന്നതാണോ കർത്താവ് അവരെ കണ്ട് മനസ്സലിഞ്ഞത്? യെസ്, അതുണ്ട്. കർത്താവ് ഭക്ഷണമില്ലാതെ വിശന്ന് കുഴഞ്ഞ് അവർ വഴി വെച്ച് തളർന്നു പോകാതിരിക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്. वो लोग जाने के रास्ते में नहीं गिरने के लिए उनको खाना देने के लिए यीशु मसीह बोलता हुआ हम लोग देख सकते हैं. तो ജീസസ് ഇസ് കൺസേൺഡ് ഓഫ് ദെയർ ഫിസിക്കൽ നീഡ്. അവരുടെ ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങളെ കർത്താവ് വളരെ കൺസേൺഡ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ കർത്താവരോട് മനസ്സരിഞ്ഞ് അവർക്ക് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച 7000 പേരെ പോഷിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. परमेश्वर ने रोटी और मछली देकर उनके फिजिकल नीड को दिया कर हम लोग जानते. सो ही केयर्स आवर फिजिकल नीड. बट यहाँ पर जो है मोर देन फिजिकल नीड, इट ഈസ് എ സ്പിരിച്വൽ നീഡ്. ഇവിടെ ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങളെക്കാളധികം ആത്മീകമായിരിക്കുന്ന ആവശ്യത്തെ കർത്താവ് കണ്ട് അവരോട് മനസ്സലിയുകയാണ്. നോക്കിക്കേ, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇടയനില്ലാത്ത ആടുകളെ പോലെ. പീപ്പിൾ ഹൂ ആർ വിത്തൗട്ട് എ ഷെപ്പേർഡ്, എ ഷീപ്പ് വിത്തൗട്ട് എ ഷെപ്പേർഡ്. ഏറ്റവും കൂടുതൽ ഈ ആടിന് ഇടയൻ ഇല്ലെങ്കിൽ ആടിൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. ആടിന് ഡേഞ്ചർ ആയിരിക്കുന്ന ഒരു കാര്യമാണ് ഇടയനില്ലെങ്കിൽ. ആരും വന്ന് ഇതിനെ ആക്രമിക്കാം, ഇതിന് ലഭിക്കേണ്ട ആഹാരം ലഭിക്കാതിരിക്കും. അങ്ങനെ വളരെ പ്രയാസമാണ് ഇടയനില്ലെങ്കിൽ. अगर एक भेड़ को चरवा नहीं है तो सबसे ज़्यादा मुश्किल है प्रोटेक्शन. चरवा साथ में तो प्रोटेक्शन है. कोई भी जानवर आकर ये भेड़ को लेके खा सकता है. चरवा है तो खाना पीना सही रीति से मिलेगा, ശരിയായുള്ള ആഹാരം ഭക്ഷണം ലഭിക്കും. എന്നാൽ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു ഈ ജനം. बिना चरवा के साथ थे ये लोग. दूसरी बात, രണ്ടാമത്തെ കാര്യം, उधर लिखा है कि क्योंकि वे उन भेड़ों की नाई जिनकी कोई रखवाला ना था व्याकुल और भटके से थे. വ്യാക്കുൽ ഓർ ഭട്കെ. അവരെക്കുറിച്ച് ഇവിടെ പറയുന്ന ഒരു കാര്യം കണ്ടോ, ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഞ്ഞവരും, കുഴഞ്ഞിരിക്കുക, ചിന്നിച്ചെതറിയിരിക്കുകയാണ്. കുഴഞ്ഞും ചിന്നിച്ചെതറിയിരിക്കുക. അപ്പോൾ എന്താണ് അന്നത്തെ ലീഡേഴ്സ് എന്തുകൊണ്ട് ഈ ആടുകളെ മൈൻഡ് ചെയ്തില്ല? എന്തുകൊണ്ടാണ് ഈ ആടുകൾക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷനോ ആവശ്യമുള്ള ആഹാരമോ ഒന്നും കൊടുക്കാതിരുന്നത്? എന്തായിരുന്നു അന്നത്തെ ലീഡേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്? ഉസ് जमाने के लीडर्स क्या करते थे? उस जमाने के शेपर्ड्स जो परमेश्वर ने रखा था, वो लोग भेड़ों को चलाने के बदले, भेड़ों को खाना देने के बदले, प्रोटेक्शन देने के बदले व्हाट दे वर डूइंग, वो लोग क्या कर रहे थे? मैथ्यू चैप्टर 23 उसका पहला कुछ वचन को जब हम लोग पढ़ेंगे, मत्ताई എഴുതിയ സുവിശേഷം 23 അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അന്നത്തെ ആ ലീഡർഷിപ്പിൻ്റെ പോരായ്മകളെ നമുക്ക് കാണാൻ കഴിയും. उस जमाने के लीडरशिप के कमी घटी को हम लोग देख सकते हैं. चैप्टर 23 उसका 1 से मैं पढ़ता हूँ, आप लोग अपने बाइबल में देखें. നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ തുറന്ന് ആദ്യത്തെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിക്കണം. तब यीशु ने भीड़ से और अपने चेलों से कहा, शास्त्री और फरीसी मूसा के गद्दी पर बैठा है, इसलिए वे तुमसे जो कहे वह करना और मानना, परंतु उनके से काम मत करना, क्योंकि वे कहते तो हैं परंतु करते नहीं. वे एक ऐसी भारी बोझ को जिनको उठाना कठिन है बांध कर उन्हें मनुष्यों के कंधों पर रखते हैं, परंतु आप उन्हें अपनी उंगली से भी सरकाना नहीं चाहते. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ ഘനമേറിയിരിക്കുന്ന വെയിറ്റ് ആയിരിക്കുന്ന അത് ചെയ്യണം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശബത്ത് ദിവസം നിങ്ങളൊന്നും ചെയ്യരുത്. അതായത്
ഒരാൾക്ക് ഒരു സാധനം എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അത്ര ഡിസ്റ്റൻസേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ പാവമാണ്. അപ്പോൾ ഒരു സൗഖ്യം കൊടുക്കാൻ പറ്റുമോ? കർത്താവ് സൗഖ്യം കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു, അയ്യോ ശബത്താ സൗഖ്യം കൊടുക്കില്ല, ഇത് സമയം 6 മണിക്ക് വേണമെങ്കിൽ ശേഷം കൊടുത്തു. അപ്പോൾ നോക്കിക്കേ, അത്ര ഘനമുള്ളത് ഇവരുടെ തോളിലേക്ക് കൊണ്ടുവെക്കുക. ഇവർ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര പറയുന്നുണ്ടെങ്കിലും ഇവർ ഒരു ചെറിയ വിരലും കൊണ്ട് പോലും അനക്കുന്നില്ല, അവർ ചെയ്യുന്നില്ല. പക്ഷെ അവർ ഘനമുള്ളത് വെക്കുകയാണ്. അപ്പോൾ നോക്കി, ഇവരെന്തുകൊണ്ടാണ് ഈ ഭാരത്തോടെ വ്യാകുലത്തോടെ ഇരിക്കുന്നറിയാമോ? പഠിപ്പിക്കേണ്ടവർ ഇവരെ ലീഗലിസം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് തുടരില്ല, ഇത് തുടരില്ല, നിയമങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനം. കൃപയില്ല. സത്യമോ കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞാൽ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അതനുസരിച്ചോണം. പക്ഷേ അവർ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കൃത്യമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യല്, അവർ ചെയ്യുന്നില്ല അതൊന്നും. അതുകൊണ്ട് അവരുടെ എക്സാമ്പിൾ നിങ്ങൾ ഫോളോ ചെയ്യില്ല. देखो यहाँ पर उसका तीसरा वचन में क्या लिखा है? इसलिए कि उसका चौथा वचन, वो ऐसा एक भारी बोझ जिनको उठाना कठिन है बांध कर उन्हें मनुष्यों के कंधों पर रखते हैं. मतलब फॉर एग्जाम्पल शबत के दिन वो लोग बोलते हैं कि देखो अगर कुछ आपको काम करना है तो इतना ही काम करना है, अगर किधर जाना है तो इतना दूरी जाना है, उसके आगे जाएगा तो काम हो गया. तो शबत के दिन आपने क्या कर दिया, काम किया, और परमेश्वर का क्रोध आपके ऊपर है. मतलब कंधों पर जो है बड़ा भारी बोझ को दे दिया. और ये लोग क्या करते, ये लोग अपने उंगली से सरकाते भी नहीं है, वो लोग कुछ नहीं करते, लेकिन लोगों को करने के लिए बोलते हैं. ऐसा लोग जो है व्याकुल हो गया, दे आर डिस्पिरिटेड, they don't know what to do. लोग ट्राई कर रहा है, അവർ ശ്രമിക്കുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. സോ ദി ഷെപ്പേർഡ്സ് വെർ നോട്ട് ഡൂയിങ് ദെയർ വർക്ക്. ഈ ഇടയന്മാർ ശരിയായ പ്രവൃത്തി ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഗെയിൻ കം ടു ചാപ്റ്റർ 23, 23 അധ്യായത്തിലേക്ക് ചില കാര്യങ്ങളോടൊന്ന് നമുക്ക് കണ്ടിട്ട് മുമ്പോട്ട് പോകാം. 23 का 23 വചനം ജरा देखिए, 23-ന്റെ 23-ാമത്തെ വാക്യം നോക്കിക്കേ. 23-ന്റെ 23 അവിടെ കൊടുത്തിരിക്കുന്നത്, है कपटी शास्त्रियों और फरीसियों, तुम पर हाय, तुम पुदीने और सौंफ और जीरे का 10वांश देते हो, परंतु तुमने व्यवस्था की गंभीर बातों को अर्थात न्याय और दया और विश्वास को छोड़ दिया. देखा आपने? चाहिए ताकि हीने भी करते रहते और उन्हें भी ना छोड़ते. എന്താ ഇവർ ചെയ്യുന്നത്? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ഉള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ തുളസി ചതപ്പ് അല്ലേ, ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് യൂസ് ചെയ്യുന്നത്, മലയാളത്തിൽ വായിക്കാൻ ആരെങ്കിലും? പരീശന്മാരായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസി, ചതക്കുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അപ്പോൾ ഇവരെന്തോ പഠിപ്പിക്കുന്നത്? ഇവർ പഠിപ്പിക്കുന്നത് ഈ അതായത് ഇവർ പഠിപ്പിക്കുന്നത് തുളസിക്ക് ദശാംശം തരണം. തുളസി നിങ്ങൾ ഒരു കിലോ എടുത്തു കഴിഞ്ഞാൽ ഇത്ര ദശാംശം കൊണ്ട് തരണം. ചതകുപ്പ എടുക്കുമ്പോൾ, ജീരകം എടുക്കുമ്പോൾ ഇതിനെല്ലാം ദശാംശം കൊണ്ടുവരണം. അപ്പോൾ ഇവരുടെ ഫോക്കസ് എന്താണെന്നറിയാമോ? ഈ ദശാംശം കൊണ്ടുവരണം. കറക്റ്റ് അല്ലേ? അത് ചെയ്യാൻ കർത്താവ് പറയുന്നില്ല, അത് ചെയ്യില്ലെന്നൊന്നും പറയുന്നില്ല. കർത്താവ് പറഞ്ഞത് ചെയ്യും. പക്ഷേ ഇവർ ഇത് ഘനമുള്ളതിനെ അങ്ങ് ത്യജിച്ച് കളയും. എന്തോ ഘനമുള്ളത്? ദശാംശം കൊടുക്കുന്നതല്ല ഘനമുള്ളത്. ഘനമുള്ളത് എന്തുവാ? ന്യായം, കരുണ, വിശ്വസ്തത. അപ്പം മേജറിനെ ഇവരെന്ത് ചെയ്യുക? മൈനർ ചെയ്തു, മൈനറിനെ മേജർ ചെയ്യുക. देखिए, पुदीना, तुलसी और ये सौंफ का दशांश लेके आना. लेकिन ये लोग क्या कर रहे हैं? व्यवस्था की गंभीर बातों को छोड़ दिया. क्या है गंभीर बात? न्याय, दया और विश्वास. इस बात को छोड़कर ये लोग बोलते हैं टाइट है मोस्ट इंपॉर्टेंट. അപ്പോൾ ഈ പാവങ്ങളുടെ ഒന്ന് ചിന്തിച്ച് നോക്കിയ അവസ്ഥ നോക്കിക്ക്. ഇവർക്ക് കിട്ടുന്നതെല്ലാം കൊണ്ട് ദശാംശം കൊടുക്കുക. പക്ഷേ ഇവരെ യഥാർത്ഥമായിരിക്കുന്ന ഉപദേശം പഠിപ്പിക്കുന്നില്ല. ഗംഭീരമായിരിക്കുന്ന അല്ലെങ്കിൽ ഘനമേറിയിരിക്കുന്നത്,
അവരെ പഠിപ്പിക്കാതെയും കനമല്ലാത്തതിന് വലിയ കനം കൊടുക്കുന്ന ലീഡർഷിപ്പ്. എന്നാലോചിച്ച് നോക്കിക്കേ, ഈ കാലഘട്ടത്തിലും നമ്മൾ നേരിടുന്ന വിഷയം അതില്ലേ? ഖനമേറിയത് പഠിപ്പിക്കുന്നില്ല. എന്തുവാ ഖനമേറിയത്? കർത്താവ് നോക്കുന്നത് എന്തുവാ? ന്യായം. കർത്താവ് നോക്കുന്നത് വിശ്വസ്തതയുണ്ടോയെന്നാണ് നോക്കുന്നത്, സ്നേഹമുണ്ടോ, കരുണയുണ്ടോ എന്നാണ് നോക്കുന്നത്. അല്ലാതെ നമ്മൾ പൈസ കൂടുതൽ കൊടുത്തത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കാം എന്ന് തിരുവചനം പഠിപ്പിക്കുന്നില്ല പ്രിയരെ. തിരുവചനം പഠിപ്പിക്കുന്നു, കൊടുക്കണം. എന്നാൽ അതിനേക്കാൾ ഖനമുള്ളത് ഏതാ? ന്യായം, കരുണ, വിശ്വസ്തതയാണ്. गंभीर बात क्या है? दशांश देना नहीं है गंभीर बात, वो जरूरी है, उसे देना है हमें. लेकिन उससे गंभीर बात क्या है? उससे गंभीर बात ये कि न्याय, दया और विश्वास. अभी दूसरा, ഈ ലോകോങ്ക സ്വഭാവ ജര ദേക്കെ, ഈ വ്യക്തികളുടെ സ്വഭാവത്തെ നിങ്ങളൊന്ന് നോക്കിക്കേ. 23 അധ്യായം മാത്യു 23 का 4, 5, 6, 7 वचन को पढ़िए. 4 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ हिंदी में पढ़िए. वे एक ऐसे भारी बोझ को, जिनको उठाना कठिन है, बांधकर उन्हें मनुष्यों के कंधों पर रखते हैं, परंतु स्वयं उसे अपनी उंगली से भी सरकाना नहीं चाहते. वे अपने सब काम लोगों को दिखाने के लिए करते हैं. वे अपने ताबीज़ों को चौड़ा करते और अपने वस्त्रों की कोरें बढ़ाते हैं. भोज में मुख्य मुख्य स्थान और सभा में मुख्य मुख्य आसन, बाजारों में नमस्कार और मनुष्य में रब्बी कहलाना उन्हें भाता है. കണ്ടോ? 6ാമത്തെ വാക്യം, അത്താഴത്തിൽ പ്രധാന സ്ഥലം എന്ന് പറഞ്ഞാൽ, പ്രധാന സ്ഥലം കിട്ടിയില്ലെങ്കിൽ പുള്ളി പിണങ്ങും. എന്ന് പറഞ്ഞാൽ ചെയറിന് വേണ്ടിയുള്ള അടി, കസേരയ്ക്ക് വേണ്ടിയുള്ള അടി. പക്ഷെ കറക്റ്റ് പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. प्रचार करेक्ट करता है, लेकिन किसके क्या है उसके मन में? पोजीशन. वही हमने चटवचन में पढ़ा. जेवन खाने के जगह पर मुख्य जगह पर मेन सीट उनको पसंद है, लेकिन प्रचार करता है, പ്രസംഗിക്കുന്നുണ്ട്, ഭയങ്കര സൂപ്പർ പ്രസംഗമാണ്. പക്ഷേ അധികാരമോഹവും കസേരയ്ക്ക് വേണ്ടിയുള്ള കൊതിയും. പിന്നെ ആൾക്കാർ എന്ത് ചെയ്യണമെന്നാ? വന്ദനം. അങ്ങാടിയിൽ വന്ദനം. മനുഷ്യർ നോക്കിയിട്ട് പറഞ്ഞ റബി സാറേ, പാസ്റ്ററേ, ഡോക്ടറെ, അല്ലെങ്കിൽ റെവറൻഡേ എന്നൊക്കെ വിളിച്ചെങ്കിൽ മാത്രമേ അവർക്ക് സന്തോഷമുള്ളൂ. लोग उनको पास्टर करके बुलाना चाहिए, लोग उनको टाइटल देके बुलाना चाहिए. ऐसा खुद का सेल्फ इमेज को लेके आने वाले लीडरशिप. ഇവർ യഥാർത്ഥമായി എന്തുമായിരുന്നു ചെയ്യേണ്ടത്? ഈ ആടുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ഈ ആടുകളെ പോറ്റി പുലർത്തുകയും അവർ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒരു ഇടയൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് അച്ഛനും അമ്മാമ്മയ്ക്കും പനി വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല. അത് പ്രാർത്ഥിച്ചോ, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവരെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. Praying for their soul is the duty of a pastor. लोगों के बीमारी से छुड़ाओ, उससे छुड़ाओ, वो प्रार्थना है. लेकिन सबसे प्रथम प्रार्थना रिफर सिस्टर का सोल, दैट इज द प्रायोरिटी थिंग. अनुराग ब्रदर का सोल, अनुराग ब्रदर का आत्मा, भावना सिस्टर का आत्मा, क्रिस्टीना सिस्टर का आत्मा, इमरान ब्रदर का आत्मा, उनका जॉब, उनका यहाँ पर रुकना, वो सब बाकी सेकेंडरी बात है. वो गया, आज आएगा, कल जाएगा, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് തിങ്. ഇന്ന് വരും, നാളെ വരും. ജോലിയും വീടും വണ്ടിയും ഇതെല്ലാം ഇന്നും നാളെയും വരും. ഇന്ന് കാണും, നാളെ കാണത്തില്ലെന്നും. പക്ഷേ ഒറ്റ ജീവിതമേ ഉള്ളൂ. ഏക് ഹി ജീവൻ ഹേ, वो जीवन യേശു മസിഹ്ക്ക് സമർപ്പിത് करना चाहिए. ഒറ്റ ജീവൻ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നതായിരിക്കണം. ഹൗ ടു നോ എ ട്രൂ പാസ്റ്റർ? എങ്ങനെ അറിയാം? നല്ലതുപോലെ വന്ന് സഹകരിക്കുന്നത് കൊണ്ടോ, അല്ല വിസിറ്റ് ചെയ്ത് ഭയങ്കര കെയറിങ് മാത്രം നൽകുന്നത് കൊണ്ട് നമ്മൾ ചിന്തിക്കരുത്. ഭയങ്കര സ്നേഹം. യഥാർത്ഥ ഒരു ശുശ്രൂഷകൻ നമ്മുടെ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നമ്മുടെ ആത്മാവിന് വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കി ഞായറാഴ്ചകളിലും വരും ദിവസങ്ങളിൽ കൊടുക്കുന്ന മനുഷ്യനായിരിക്കും. एक ट्रू पास्टर जो है हमारा बॉडी का खाली केयरिंग के लिए खाली नहीं, बल्कि हमारे अंदर का इंसान के मजबूत के लिए प्रॉपर खाना देने वाला व्यक्ति होगा. ही विल बी प्रेइंग फॉर द सोल्स, നോട്ട് ജസ്റ്റ് ലോസ്റ്റ് സോൾസ്. നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി മാത്രമല്ല, തൻ്റെ അടുക്കലായിരിക്കുന്ന തൻ്റെ ലോക്കൽ സഭയിലുള്ള വ്യക്തികളുടെ
ആത്മാക്കൾക്കും വേണ്ടി. പ്രിയരെ, അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരു സമൂഹത്തെ കർത്താവ് നോക്കി दुखी ऐसा एक समूह को परमेश्वर देखकर परमेश्वर ने तरस खाया. He had a compassion over the people. ഞാൻ യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ വളരെ കൗതുകമായിട്ട് കാണുന്നൊരു വിഷയമുണ്ട്. ഈ യോനയുടെ പുസ്തകം അവസാനിക്കുന്നത് ഒരു ചോദ്യമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് യോനയുടെ പുസ്തകത്തിൻ്റെ അവസാന പുസ്തകം ഒന്ന് വായിക്കണം. मैं जोना का पुस्तक जो है बड़े आश्चर्य से देखता हूँ. जोना का पुस्तक का लास्ट ചാപ്റ്റർ में जो एक सवाल पूछकर जो है बंद होता है. ഇപ്പോൾ വായിക്കണ്ട കേട്ടോ, ഞാൻ പറയുന്ന കാര്യം പിന്നെ ശ്രദ്ധിക്കാതെ പോകും. मैं जो बोलता हूँ बातें ध्यान नहीं दे पाएंगे. तो लास्ट चैप्टर क्वेश्चन है. परमेश्वर ജോന को पूछता है क्वेश्चन है. യോനയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും അവസാനം. യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദറ്റ് ക്വസ്റ്റ്യൻ? ആ ക്വസ്റ്റ്യൻ്റെ ചോദ്യം എന്താണെന്നറിയാമോ? യോനെ, നീ ശുശ്രൂഷിക്കാൻ പോയി എവിടെ? നീനവേ പട്ടണത്തിൽ, ഇല്ലേ? നീ ശുശ്രൂഷിക്കാൻ പോയി. കറക്റ്റ് പ്രസംഗമല്ലേ പ്രസംഗിച്ചത്? കറക്റ്റ് പ്രസംഗം, കറക്റ്റ് റെസ്പോൺസ് വന്നു. മാനസാന്തരം കറക്റ്റ് വന്നു. നീ ചെയ്തതെല്ലാം കറക്റ്റാണ്. പക്ഷെ ഒരു ചോദ്യം, നീ ശുശ്രൂഷിക്കുന്നവരെ നീ സ്നേഹിക്കുന്നുണ്ടോ? മാറി നിന്നിരിക്കുക. എന്തോ പുള്ളി നോക്കുന്നറിയോ? എപ്പോൾ തീ വീഴുമെന്ന്. അതാണ് ശുശ്രൂഷയിൽ കർത്താവ് ചോദിക്കുന്നത്. ഡു യു ലവ് ദ പീപ്പിൾ ഹൂം യു മിനിസ്റ്റർ? योना को पूछता है, योना तेरा प्रचार बहुत अच्छा था, इट वॉज ए परफेक्ट मैसेज, सही प्रचार किया तूने, प्रचार का रिस्पॉन्स भी सही था, लेकिन निनवे के लोगों का उद्धार के लिए तेरा दिल में कोई चाहत है? नहीं. दूर बैठ के सोच रहा है कि ऊपर से अभी कभी आग गिरेगा. डू यू लव दिस पीपल? ഗോഡ് ലവ്സ് പീപ്പിൾ. കർത്താവ് ജനത്തെ സ്നേഹിക്കുന്നു. I want to show you one verse. It has always challenged me, my ministry. എൻ്റെ ശുശ്രൂഷയെ വളരെ ചാലഞ്ച് ചെയ്തൊരു ഒരു വചനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലുള്ള. ഫിലിപ്പിയോ के खत में हम लोग देखते हैं, Philippians chapter 1 വേഴ്സ് 7, 1:7. മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഫിലിപ്പിയോ के खत 1:7 जरा देखिए. Philippians chapter 1 verse 7. उचित है कि मैं तुम सब के लिए ऐसा ही विचार करूं, क्योंकि तुम मेरे मन में आ बसे हो और मेरी कैद में और सुसमाचार के लिए उत्तर और प्रमाण देने में तुम सब मेरे साथ अनुग्रह में सहभागी हो. देखो उधर एक वर्ड देखा आपने, तुम मेरे मन में हाँ बसे हो. മലയാളത്തിലൊന്ന് വായിച്ചു നോക്കിക്കേ. 17ാമത്തെ വാക്യത്തിൻ്റെ ആ ഇടയ്ക്കുണ്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഫിലിപ്പിയർ എവിടെ വഹിച്ചിരിക്കുന്നത്? ഹൃദയത്തിൽ വഹിച്ചിരിക്കുക. അതുകൊണ്ട് ഫിലിപ്പിയരോട് ദൈവത്തിൻ്റെ വചനം ഈ ദൈവദാസൻ പറഞ്ഞു കൊടുക്കുന്നു, ദൈവഹിതം പറഞ്ഞു കൊടുക്കുന്നു. എന്തുകൊണ്ട് ദൈവഹിതം പറഞ്ഞു കൊടുക്കുന്നു അറിയാമോ? ജനത്തെ എവിടെ വഹിച്ചിരിക്കുന്നത് ഈ ദൈവദാസൻ? ഹൃദയത്തിൻ്റെ അകത്ത്. ഒരു ദൈവദാസന് വേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ജനത്തെ, സഹോദരി സഹോദരന്മാരെ ഹൃദയത്തിൻ്റെ അകത്ത് വഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ആത്മാവിന് വേണ്ടിയുള്ള വചനം, ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും ചെയ്യേണ്ടത് ഒരിടയൻ്റെ ജോലിയാണ്. അല്ലാതെ ഇപ്പം ഇവിടെ ഒന്നും അങ്ങനെ ഇതില്ല. കാരണം എല്ലാവരും ഡ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ 8 മണിക്കാണ് വരുന്നത്. 8 മണി കഴിഞ്ഞ് എത്ര വീട് വിസിറ്റ് ചെയ്യാനാണ്? പറ്റത്തില്ല. പക്ഷെ നാട്ടിലൊക്കെ ചിലർക്ക് ഇതേ ഉള്ളു പണി, വിസിറ്റിങ്. പോകുന്ന വീട്ടുകളെല്ലാം കയറി ചായയും കുടിക്കും, പിന്നെ ഡയബറ്റീസും കയറും, പിന്നെ ലഡ്ഡും കഴിക്കും, ഉണ്ണിയപ്പവും കഴിക്കും, പിന്നെ ബോണ്ടയും കഴിക്കും. ഇതെല്ലാം കഴിച്ച് കയറി ഷുഗറും കയറി. എന്തുവാ ചെയ്യുന്നത്? വിസിറ്റ് ചെയ്തതല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ചുമ്മാ എല്ലാ വീട്ടിൽ കയറി വരത്തില്ല. അത് കർത്താവ് നിയോഗിച്ച വീട്ടിൽ കയറി വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം പറഞ്ഞു തമാശ പറഞ്ഞു പോകത്തില്ല. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും പാട്ടുപാടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഞാൻ വരുത്തു.
പക്ഷെ പലയിടത്തും ചെന്ന് ഏഹ്, അവിടുത്തെ ഇഡ്ഡലിയും കഴിച്ച് സാമ്പാറും ഒക്കെ കഴിച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അവരെ അമ്മാമ്മയും കുറിച്ച് അച്ഛനെയും കുറിച്ചുമൊക്കെ അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചിരിച്ച് പോവുക. അതല്ല വേണ്ടത്. मेरे प्रियो, अभी हिंदी लोगों को उतना पता नहीं है, लेकिन केरला में सब विजिटिंग होता है, पास्टर्स लोग हर एक घर में विजिटिंग करते हैं। विजिटिंग में उधर का खाना पीना खा के सब जाता है, लेकिन प्रभु का वचन ज़्यादा ज़्यादा पर नहीं बोलता है। विजिटिंग करने के बाद वो घर वाला को 200-300 रुपये लेके जाएगा, लेकिन व्हाट इज द पॉइंट? घर जाके उनके लिए प्रार्थना करके प्रभु का वचन, प्रभु का इच्छा है उनको बताना। पास्टर का ड्यूटी है टू फीड द पीपल. ജനത്തെ ഭക്ഷണം കൊടുത്ത് അവരെ പോഷിപ്പിക്കാനാണ് തിരുവചനത്തിൽ കർത്താവ് ദാസന്മാരെ ആക്കിയിരിക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനത്തിലേക്കൊന്ന് വരാം. തീത്തോസിൻ്റെ ലേഖനം, അവിടെ ഒരു ദൈവദാസന് പല കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ കാണിക്കാം. एक पास्टर को जो होना है, बहुत कुछ बात वहाँ पर लिखा है, लेकिन एक बात मैं आपको बताता हूँ. उसका 9वां वचन 1:9, തീത്തോസ് 1:9. और वह टाइटस विश्वास योग्य टाइटस चैप्टर 1 वर्सेस 9. और वह विश्वास योग्य वचन पर जो धर्मोपदेश के अनुसार है स्थिर रहे, कि खरी शिक्षा से उपदेश दे सके और विरोधियों का मुंह बंद भी कर सके. അവിടെ കൊടുത്തിരിക്കുന്ന ആ പദം കണ്ടോ? മലയാളത്തിലൊന്ന് വായിച്ചോ. പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാക്കേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം മുറുകെ പിടിക്കുവാനും ആയിരിക്കണം. അവിടെ കൊടുത്തിരിക്കുന്ന കാര്യം കണ്ടോ? പഥ്യ ഉപദേശം പ്രബോധിപ്പിക്കുന്നവനായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഷുഡ് ബി ഏബിൾ ടു ടീച്ച്. ആ മലയാളത്തിൽ നല്ല ട്രാൻസ്ലേഷൻ. പഥ്യം നമുക്കറിയാം, പഥ്യം എന്ന് പറഞ്ഞാൽ അറിയാലോ. എന്ന് പറഞ്ഞാൽ ഹൈജീനിക് ഫുഡ് കൊടുക്കുന്ന ആളായിരിക്കണം, എന്നാൽ ക്ലീൻ ഫുഡ് കൊടുക്കണം. അല്ലാതെ തട്ടുകട കിട്ടുന്ന പോലെയുള്ള ചൂടപ്പം പോലെ. അത് പലർക്കും ചൂടപ്പമാണ് ഇഷ്ടം, പക്ഷേ ഈ തട്ടുകടയിലെ ഫുഡ് കഴിച്ചാൽ തട്ടിപ്പോവും. അതാണ് വിഷയം. ആദ്യത്തെ 2 ദിവസമൊക്കെ നല്ലതാണ്, പക്ഷേ നിരന്തരം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ചൂടപ്പം അല്ല നമുക്ക് വേണ്ടത്, ഹൈജീനിക് ഫുഡാണ്. उधर देखिए क्या लिखा है, विश्वास योग्य वचन पर धर्म उपदेश के अनुसार स्थिर रहे और करी शिक्षा. वो हिंदी ट्रांसलेशन, मलयालम ट्रांसलेशन बहुत अच्छा है. खरी शिक्षा मतलब हाइजीनिक फूड, दैट इज अ मीनिंग. हाइजीनिक फूड देना चाहिए, क्लीन फूड देना चाहिए, प्योर फूड देना चाहिए. അപ്പം ഈ കർത്താവ് മടങ്ങി വരാം. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇതിനോട് സംബന്ധിച്ച് പറയാനുണ്ട്. നമുക്ക് സമയമില്ല അതിനൊന്നും. 9:36 മുതലുള്ള വാക്യം, കർത്താവ് ഈ ആടുകളെ കണ്ടിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. യേശു മसीह ये भेड़ों को देखकर अपने चेलों को क्या कहता है? मत्ती का सुसमाचार 9वां अध्याय उसका 37 and 38. 9:37-38. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. तब उसने अपने चेलों से कहा, पक्के के तो बहुत है लेकिन मजदूर थोड़े हैं. 38ാമത്തെ വാക്യം, ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് വേണ്ടി യാചിപ്പീൻ. 2ാമത്തെ വിഷയം എന്താ? പ്രാർത്ഥനയാണ് വേണ്ടത്. 1ാമത്തെ വിഷയം ഞാൻ പറഞ്ഞു, നാം ശുശ്രൂഷിക്കുന്ന ദൈവജനത്തോട് അല്ലെങ്കിൽ ദൈവജനത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. അവരോട് മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കണം 2ാമത്തെ വിഷയം. दूसरा विषय क्या है कि परमेश्वर कहता है कि इसलिए खेत के स्वामी से विनती करो, मतलब सेकंड प्रेयर, प्रार्थना, विनती करो कि अपने खेत काटने के लिए मजदूर भेजे. Prayer is a very important thing in our Christian life. ക്രിസ്തീയ ജീവിതത്തിൽ കൊയ്ത്തിന് വേണ്ടി വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, വേലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ. എന്നാൽ നാം ഇനി പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ വേലക്കാരെ അയക്കണമേ. അനേക സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ അനേക സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ബൈബിൾ
അവരുടെ വെർണാക്കുലർ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടിട്ടില്ല. നമുക്ക് എന്തോ ഭാഗ്യമുള്ളവരല്ലേ. ഇംഗ്ലീഷ് ബൈബിൾ, മലയാളം ബൈബിൾ, ഹിന്ദി ബൈബിൾ നമ്മുടെ ഭാഷയിൽ നമുക്ക് തുറന്നു വായിക്കാം. നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേലക്കാരെ അയക്കണമേ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേലക്കാരെ അയക്കണമേ, അവർ വെർണാക്കുലർ ലാംഗ്വേജ് വായിച്ച് തിരുവചനം മനസ്സിൽ ഗ്രഹിക്കുവാൻ കൃപ കർത്താവെ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാर्थना करना चाहिए, प्रभु जी देखिए हमारे हाथ में हिंदी बाइबल, इंग्लिश बाइबल, मलयालम बाइबल, सब बाइबल है हमारे हाथ में. हम लोग देख के पढ़ सकते हैं, समझ सकते हैं. इंडिया में, मैं दुनिया का बात नहीं कर रहा हूँ, ലോകത്തിൻ്റെ കാര്യം പറയുന്നില്ല, इंडिया में ऐसे बहुत जगह पर हैं जहाँ पर खुद के वर्नैकुलर लैंग्वेज में ट्रांसलेट नहीं हुआ बाइबल. हम लोग प्रार्थना करें, परमेश्वर अपने मजदूरों को भेज ताकि बाइबल ट्रांसलेट हुए, सुसमाचार प्रचार करें. सो प्रेयर इज द इम्पॉर्टेंट फैक्टर इन इवांजलिज्म. ഇവാഞ്ചലിസം में दो बात ज़रूरी है. രണ്ട് കാര്യമാണ് പ്രധാനപ്പെട്ടത് സുവിശേഷകർ. ഒന്ന്, നാം ശുശ്രൂഷിക്കുന്നവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. വി ഷുഡ് ലവ് ദ ലോർഡ് ആൻഡ് ദ പീപ്പിൾ. കർത്താവിനെയും ജനത്തെയും നാം സ്നേഹിക്കുന്നവരായിരിക്കണം. രണ്ട്, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. വി ഷുഡ് പ്രേ, ലോർഡ് കർത്താവ് ഇന്ന് എന്നെ എവിടാട്ടോ അയക്കുന്നത്, ഇന്ന് ആറടുക്കിലേക്ക് ഞാൻ പോകണം, ഞാൻ എന്തോ സംസാരിക്കണം. കർത്താവ് അതിനുള്ള കൃപ നൽകും. प्रभु उसके लिए हमें फसल देगा, ग्रेस देगा. आज मुझे कहाँ पर जाना है, मैं किससे क्या बात करना है, उसके लिए मुझे कृपा दे करके हम लोग प्रार्थना करना है. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഈ പ്രാർത്ഥനയ്ക്ക് ജവാബ് ചാപ്റ്റർ 10 10-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അവർക്ക് കർത്താവ് ശുശ്രൂഷ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 10 का 1 में जरा देखिए, फिर उसने अपने 12 चेलों को पास बुलाकर उन्हें अशुद्ध आत्मा पर अधिकार दिया और उन्हें निकाले और सब प्रकार की बीमारी और सब प्रकार के दुर्बलताओं को दूर करने का अधिकार परमेश्वर ने उन्हें दिया. God, Jesus gave them authority to do the ministry. लोगों के लिए प्यार हमारे अंदर होना चाहिए, नंबर 1. प्रार्थना करना चाहिए, एंड नंबर 3, द लॉर्ड शुड गिव अस अथॉरिटी एंड सेंड अस. കർത്താവ് നമുക്ക് അധികാരവും കർത്താവ് നമ്മളെ നയിക്കുന്നതായിരിക്കണം. ഓക്കെ, ചാക്കെ ക്യാ കർണ ഹെ, എന്താണ് ചെയ്യേണ്ടത്? വഹാ पर हम लोग देखते हैं വേഴ്സസ് 5, 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ കൺഫ്യൂഷൻ हमारे अंदर आता है. 5वां वचन जरा पढ़िए, 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. इन 12 को यीशु ने यह आज्ञा देकर भेजा, अन्य जातियों की ओर न जाना और सामरियों के किसी नगर में प्रवेश न करना. ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയുടെ പട്ടണത്തിൽ കടക്കാതെയും ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ജാതികളുടെ അടുക്കൽ പോകണ്ടേ, ശമരിയക്കാരുടെ അടുക്കൽ പോകണ്ടേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവിൻ്റെ ഈ ഐകിക ജീവിതത്തിൻ്റെ മിനിസ്ട്രിയിൽ പ്രാരംഭമായി യഹൂദന്മാരോടാണ് താൻ സുവിശേഷീകരിച്ചത്. എന്നാൽ യഹൂദന്മാരെ മാത്രമല്ല, മത്തായി 28-ന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, സകല ജാതികളോടും ചെന്ന് ഈ സത്വർത്തമാനം പറയണം. അപ്പം ഇത് ബാലൻസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. अब यहाँ पर हमने पढ़ा कि सामरियों के पास, अन्य जातियों के पास नहीं जाने के लिए लिखा है, राइट? तो यीशु मसीह का पब्लिक मिनिस्ट्री का शुरुआत में उन्होंने सबसे पहले यहूदियों को इवेंजलिज्म, यहूदियों को सबसे पहला ये सुसमाचार उन्होंने सुनाया. लेकिन मत्ती 28 का 19-20 में हमने क्या पढ़ा? मैथ्यू 28-19-20 में लिखा कि सारा अधिकार मुझे दिया गया है, इसके लिए सारे जाति के लोगों को क्या करो, चेला बनाओ. ओके, तो सारे लोगों को सुसमाचार सुनाना है. लेकिन जीसस का पहला मिनिस्ट्री जो है यहूदियों के बीच में हुआ. നമ്പർ വേഴ്സസ് 7, 7-ാമത്തെ വാക്യം, എന്താണ് പ്രസംഗിക്കേണ്ടത്? വിടുതൽ വിടുതൽ വിടുതൽ, സൗഖ്യം സൗഖ്യം എന്നാണോ പ്രസംഗിക്കേണ്ടത്? സൗഖ്യവും വിടുതലും ഉണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യണം. എന്താ പ്രസംഗം? അതിൻ്റെ 7-ാമത്തെ വാക്യം, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. क्या प्रचार कर रहे हैं? 7वां वचन, और चलते चलते प्रचार करो कि स्वर्ग का राज्य निकट है, निकट आ गया है. What was the preaching of John the Baptist? യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം എന്തുവായിരുന്നു? ചാപ്റ്റർ 3 വേഴ്സസ് 2, 3-2, മത്തായി 3:2, മാത്യു 3:2.
മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് മാനസാന്തരപ്പെടുവീൻ. റിപ്പൻറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് അറ്റ് ഹാൻഡ്. റൈറ്റ്? യേശുവിൻ്റെ പ്രസംഗ വിഷയം എന്തുമായിരുന്നു? യേശു മസിക്ക പ്രചാർക്ക വിഷയക്കാത്ത മാത്യു 4:17, മത്തായി 4:17. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നയാൽ മാനസാന്തരപ്പെടുവീൻ. സ്വർഗരാജ്യ സമീപ് ഹെ, കരീബ് ഹെ, इसके लिए मन फिराओ. ചേലോം കാ പ്രചാർ കാ വിഷയ ക്യാ ഹെ? ശിഷ്യന്മാരുടെ പ്രസംഗ വിഷയം എന്തുവാ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുവീൻ. ചേലോം കാ ബി പ്രചാർ കാ വിഷയ വോയി, സ്വർഗരാജ്യ നിക്കട്ടെ, മൻ ഫിറാവോ. ഇന്ന് എങ്ങനെയോ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല. ആജ് കൈസാ തോ ആജ് കൽ ഐസാ പ്രചാർ നഹീ സുനത്തെ. ഗോഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് കിങ്ഡം. ദൈവം തന്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തു. ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴെ നാം എല്ലാവരും വരണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ ഒന്നും കാര്യമായില്ല. നാം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ കർത്താവെന്ന് കൈക്കൊണ്ട് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. पेंटिकॉस्ट के परिवार में नहीं तो क्रिश्चियन परिवार में पैदा होने से फायदा नहीं है, वो अच्छी बात है, लेकिन मन फिरा कर उद्धार पाकर विश्वास करना है सुसमाचार को, और सुसमाचार को स्वीकार कर कर यीशु को प्रभु करके माना वो व्यक्ति स्वर्गराज में प्रवेश होता है. दिस इज व्हाट वी हैव टू प्रीच എന്ന് പറയുകയാണ്. ഓക്കെ, लेकिन वर्ष 16 onwards, 16 വാക്യം തൊട്ട് 22 വാക്യം വരെ, 16 से लेके 22 तक, ദിസ് മിനിസ്ട്രി ഈസ് നോട്ട് ഗോയിങ് ടു ബി വെരി ഈസി. ഈ ശുശ്രൂഷ വളരെ എളുപ്പമുള്ള ശുശ്രൂഷയല്ലായിരിക്കും. ഇറ്റ് വിൽ ബി എ വെരി ഹാർഡ് റോഡ്. ഇത് വളരെ കഠിനമുള്ള ഒരു മിനിസ്ട്രി ആയിരിക്കും. നോക്കിക്കേ, ആദ്യം ആൾക്കാരൊക്കെ സ്വീകരിക്കും, വീട്ടിൽ കയറ്റും, എല്ലാം കയറിക്കും. പക്ഷേ എപ്പോഴും ഇങ്ങനെ ആകണോ നിർബന്ധമില്ല എന്ന് യേശു അവരോട് പറയുക. 10 का 1 से लेके 15 पढ़ेंगे तो आप लोग एक एक नगर में जाएंगे तो लोग आपको घर में बुलाएंगे, स्वीकार करेंगे, खाना देंगे, रात को सोने के लिए जगह सब देगा. लेकिन यीशु मसीह बोलता है ये हमेशा ऐसा नहीं होगा. देयर इज എ ഹാർഡ് വേ കമ്മിങ്. ഒരു വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന അനുഭവം മുമ്പിലോട്ട് വരും. ചിലപ്പോൾ നിങ്ങളെ സ്വീകരിക്കും, ചിലപ്പോൾ നിങ്ങളെ പുറത്താക്കുന്ന അനുഭവം ഉണ്ടാകും. 16 വചനം ജരപ്പടി, 16 വാക്യം ഒന്ന് വായിച്ചാട്ടെ. देखो, मैं तुम्हें भेड़ों के समान भेड़ियों के बीच में भेजता हूँ, इसलिए सांपों के समान बुद्धिमान और कबूतरों के समान भोले बनो. ആ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അയ്യോ, ചെന്നായ്ക്കളുടെ നടുവിൽ ആട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടൂ? രക്ഷപ്പെടത്തില്ലല്ലേ? പക്ഷെ ആരാ അയക്കുന്നത്? കർത്താവാ. അതുകൊണ്ടാണ് ചെന്നായി ഒന്നും ചെയ്യാത്ത കേട്ടോ, അല്ലാതെ നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവൊന്നും അല്ല. ചെന്നായ്ക്കളുടെ നടുവിലാണ് ഒരു ശുശ്രൂഷനെ, ഒരു ദൈവത്തിനെ കർത്താവ് അയക്കുന്നത്. കർത്താവാണ് അയക്കുന്നത്. അതുകൊണ്ട് ഒരു ചെന്നായ്ക്ക് പോലും നമ്മളെ തൊടാൻ കഴിയത്തില്ല. देखो उधर देखो क्या लिखा है, मैं तुम्हें भेड़ों की नहीं भेड़ियों के बीच में भेजता हूँ. अरे भेड़ एक भेड़ियों के बीच में जाएगा तो वो बचेगा? हड्डी मिलेगा? नहीं मिलेगा. लेकिन वहां पर क्या लिखा है, मैं तुम्हें बेचता हूं. परमेश्वर बेचता है, इसके लिए भेड़िया कुछ नहीं कर पाते. प्रेज गॉड. समझ में आ रहा है आप लोगों को? भेड़िया कुछ नहीं कर पाते बिकॉज परमेश्वर बेचता है. पिछले दिन में हमारा चर्च का एक सिस्टर मेरा ये मैसेज कैसा शॉर्ट ये सोशल मीडिया में सब डालते हैं. मुझे बोलते हैं पास्टर गाली का अभिषेक है, पूरा कमेंट्स आपको गाली दे रहा है. तो आपको गलती से भी देखेगा तो आप ना ये नहीं होना. मैं बोला मुझे कुछ नहीं. तो उसमें कुछ लोग जो है धमकी भी देते हैं. ചിലർ ഭീഷണിയും പെടുത്തുക കമൻസിനകത്ത്. പാസ്റ്റർ എങ്ങ് തെറി വിളിക്കുക, ഷോർട്ട് വീഡിയോസ് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക്. അപ്പം ആൾക്കാർക്ക് എല്ലാവരും സ്വീകരിക്കുന്നവരല്ല. സാരെ ലോഗ് സ്വീകാർ करने वाले लोग नहीं है. People come up with threatening. People come up with lot of things. मैंने यूट्यूब में एक बैंगलोर का रिवाइवल का एक वीडियो डाला था. बैंगलोर रिवाइवल ഒരു വീഡിയോ ഇട്ടായിരുന്നു. अभी नहीं, बैंगलोर रिवाइवल आया तो मैंने 1-2 साल पहले शायद.
उसमें भी कुछ लोग आके डायरेक्ट थ्रेटनिंग के तेरा नंबर दे, तेरा एड्रेस दे, वो कर। ये गुंडा लोग कुछ नहीं, क्रिश्चियन लोग है, क्रिश्चियन गुंडा लोग। अതാണ്. तो मतलब when you stand for the Lord, there will be, frightening things, भेड़ियों के बीच में. लेकिन किसने भेजा है समझना है, ആരാ നമ്മളെ അയച്ചെന്ന് മനസ്സിലാക്കണം. കർത്താവ് അയച്ചിരിക്കുന്നത്. യേശുമസിക്ക് ജീവൻ में देखिए, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നോക്കിക്കേ, പള്ളി കയറി നട്ടുച്ചയ്ക്ക്, അല്ല രാത്രി കയറിയല്ല, നട്ടുച്ചയ്ക്ക് അവിടെ ബിസിനസ് ചെയ്തവരെല്ലാം പുറത്താക്കി. അവിടെ വെച്ച് കല്ലെറിഞ്ഞ് വേണമെങ്കിൽ കൊല്ലാമായിരുന്നു ആൾക്കാർക്ക്. ഒരെണ്ണത്തിന് പോലും കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പിതാവ് അയച്ച സമയം വരെ, നിശ്ചയിച്ച സമയം വരെ ഒരുവന് പോലും നമ്മുടെ ദേഹത്ത് പോലും തൊടാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഭയങ്ങളെല്ലാം മാറി. കർത്താവ് സ്വർഗത്തിൽ എനിക്കൊരു അപ്പച്ചനുണ്ട്. കർത്താവ് വെച്ചിരിക്കുന്ന സമയം വരെ കർത്താവിൻ്റെ ശുശ്രൂഷ ഞാൻ ധൈര്യത്തോടെ ചെയ്യുമെന്ന് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച് ദൈവമക്കൾ ഏറ്റു പറയണം. कृपा मिला वो लोग दोबारा बोलना चाहिए, परमेश्वर पिता मुझे जाने बगैर मेरे सर के एक बाल भी नहीं गिरेगा, मेरे जीवन में कुछ भी नहीं होगा. हाँ, जिस तरह यीशु मसीह को समय के पहले तक संभाला रखा हुआ, वही पिता मुझे भी संभालेगा. ആ പിതാവ് എന്നെയും കാത്തു സൂക്ഷിക്കും. The road is difficult, but nothing is going to happen. റോഡ് ഇസ് ഡിഫിക്കൽട്ട്, വളരെ കഠിനമായിരിക്കുന്ന അവസ്ഥയായിരിക്കും. നിങ്ങളിൽ ചിലരും അങ്ങനെ കഠിനമായിരിക്കുന്ന അവസ്ഥയിൽ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയി. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. आप में से कुछ लोग भी इसी तरह कठिन अवस्थाई में गए, अकेला था, भेड़िए चारों तरफ थे, राइट है कि नहीं? लेकिन ये भेड़ियों के बीच में एक भेड़ को संभालने वाला, वो एक उद्धार करता है, चरवा है हमारा परमेश्वर. हालेलुया, പ്രൈസ് ലോട്ട്. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ. അപ്പം കർത്താവ് എന്നെ അയച്ചത് കൊണ്ട് കർത്താവ് എല്ലാം ചെയ്തോളും എന്നുള്ള കാര്യം നമ്മൾ പറയരുത്. പക്ഷെ കർത്താവ് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എന്തുവാ? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണം. प्रभु मेरे साथ है भेड़ियों के बीच में, इसलिए मुझे कोई डर नहीं है. बोलो, नो प्रॉब्लम. लेकिन हम लोग कुछ काम भी करना है. क्या करना है? उधर क्या लिखा है? इसके लिए सांपों की नाई बुद्धिमान और कबूतरों की नाई बोले बनो. റാസൽ കേമ में अपने को एक मीटिंग था. റാസൽ കേമയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. तो मैं अपना चर्च का कोई फैमिली था, നമ്മുടെ ചർച്ചിലൊക്കെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. हम लोग सब लोग मीटिंग में जा रहे थे. तो जैसे ही रासल के मैं पूछा तो वो घर का ब्रदर ने मुझे कॉल करके बोला, पास्टर इधर मत आओ, आज मीटिंग नहीं होगा. तो मैंने पूछा क्या हो गया? പാസ്റ്റർ ഇവിടെ വരല്ല, ഇപ്പം ഇന്ന് നമുക്കിവിടെ മീറ്റിംഗ് നടക്കത്തില്ലെന്ന്. ഞാൻ പിന്നെ എന്തോ പറ്റി? घर के चारों तरफ कुछ देर से जो है CID लोग घूम रहे हैं. तो गाड़ी से उतर रहा है, हम लोग का एरिया में पूरा चक्कर लोग लगा रहा है. तो मुझे लग रहा है कि आप आएंगे तो ये लोग आपको लेके जाएंगे, വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകും. तो उधर क्या करना है हमें? അവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ? കർത്താവിൻ്റെ കൂടെയുണ്ട്, പ്രഭു മേരെ സാത്ത് ഹൈ, മുझे कुछ नहीं होगा, कोई हानि नहीं होएगा बोल के जाएगा तो जेल के अंदर जाएगा. അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ അകത്ത് പോകും. ഐസാ നീ, പാമ്പിനെ പോലെ ബുദ്ധി ഉണ്ടായിരിക്കണം. വി ഷുഡ് ബി ലൈക്ക് ദ സ്നേക്ക്, സാപ്പോക്കിനായി നമ്മൾ ബുദ്ധിമാനം. വി ഷുഡ് യൂസ് അവർ മൈൻഡ്. ആ സമയത്ത് അവിടെ ചാടിക്കേറി വീരനാകാനൊന്നും നമ്മൾ നോക്കണ്ട. അങ്ങനെ കർത്താവിന് വേണ്ടി മരിക്കാനും പീഡനം അനുഭവിക്കാനൊന്നും കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ബുദ്ധിമോശമൊക്കെയാണ്. मैंने क्या किया, गाड़ी यूटर्न लेके वापस आ गया. फिर उसके बाद ഒരു മീറ്റിംഗ് भी नहीं हुआ. അതിനുശേഷം അവിടെ മീറ്റിംഗ് നടന്നുമില്ല. അത് അവിടുത്തെ നിയമം വന്നു, ഒരു വീടുകൾ പോലും പ്രാർത്ഥന വരില്ല. उधर फिर नियम आया कि घरों में प्रार्थना नहीं होना चाहिए. सो बहुत कुछ बातों से वहाँ पर हम लोग बच गए. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് അന്ന് ചെയ്തത് കൊണ്ട് നമുക്ക് ധാരാളം ബുദ്ധിമുട്ടിൽ നിന്ന് വെളി വരുവാനിടയായി. അപ്പം ഞാൻ പറഞ്ഞത്, വി ഷുഡ് ബി സെൻസിബിൾ ഓൾസോ. വി ഷുഡ് നോട്ട് ബി സ്റ്റുപ്പിഡ് ലൈക്ക് ഷീപ്പ്. വി ഷുഡ് ബി സെൻസിബിൾ ബിലീവേഴ്സ്. നമ്മൾ സെൻസിബിളായിട്ട് ചെയ്യുന്ന ദൈവമക്കളായിരിക്കണം. ഓക്കെ, വി ഷുഡ് ബി സെൻസിബിൾ. ആൻഡ് സെൻസിബിൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ നിഷ്കളങ്കരുമായിരിക്കണം. सेंसिबल होने के साथ साथ उधर क्या लिखा है, हमें कबूतर की नहीं बोले भी बनने. कबूतर नहीं एक्चुअली वर्ड, इट इज डव. डव की नहीं. कबूतर
तो इट्स नॉट ए क्लीन एनिमल, लेकिन डॉव की नाई हमें क्या होना है? वहाँ पर लिखा है कि हमें बोले भी होना है। अभी बोले मतलब सेंसलेस नहीं है, यू नो। बोले मीन्स यू आर राइट, यू आर डूइंग व्हाट इज राइट। आप जो कर रहे हैं वो सही कर रहे हैं, ऐसा बोले होना है। नॉनसेंस करने के लिए नहीं बोल रहे हैं। ओके, അടുത്തത് उसके बाद 17, 18, 17, 18 वाक्यम, 17, 18 में क्या लिखा है जरा देखिए। तुम लोगों को राजाओं के सामने लेके जाएगा, കോർട്ട് के सामने लेके जाएगा. നിങ്ങൾ അവിടെ 17, 18 വാക്യങ്ങൾ പറയുന്നത് മനുഷ്യർ അവർ നിങ്ങളെ ന്യായാധി സഭകളുടെ മുമ്പിൽ ഏൽപ്പിക്കും. ആ, പിന്നെ ചമ്മട്ടി കൊണ്ട് അടിക്കും. ഏ, പിന്നെ രാജാക്കന്മാരുടെ മുമ്പിൽ നിങ്ങളെ കൊണ്ടുപോയി നിർത്തും. ये सब किसके लिए हो रहा है? किसके नाम के लिए हो रहा है? वहाँ पर लिखा है उसका 18 वचन में लिखा है, അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, തും മേരെ ലിയെ ഫോർ ദ നെയിം ഓഫ് ക്രൈസ്റ്റ്, എൻ്റെ നിമിത്തം. അതായത് ചെക്ക് ബൗൺസ് ആയതുകൊണ്ട് കോർട്ടിൽ നിൽക്കുന്ന കാര്യമല്ല ഇവിടെ. കറക്റ്റ് സമയത്തിന് പൈസ കൊടുക്കാത്തത് കൊണ്ട് ചെക്ക് ബൗൺസായിപ്പോയി. അപ്പോൾ കോട്ടി പിടിച്ച് നിർത്തി. അപ്പോൾ കർത്താവിന് വേണ്ടി ഞാൻ ശോധന. അത് കർത്താവിന് വേണ്ടിയൊന്നുമല്ല, കറക്റ്റ് സമയത്ത് പൈസ അടയ്ക്കാത്തതുകൊണ്ടാണ്. ഇത് അതല്ല, ഇത് കർത്താവിന് വേണ്ടി, प्रभु के नाम के लिए जो सहता हुआ में प्रभु हमारे साथ देगा. तो प्रभु क्या करेगा मालूम है? 19 വചൻ 19-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ എന്ത് പറയണം എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇത് പലരും ഈ വാക്യം എടുത്തിട്ട് ഈ പുൾപ്പിറ്റിൽ നിന്ന് പറയാറുണ്ട്, എനിക്കിന്ന് അറിയത്തില്ല എന്തുവാ ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഞാൻ വാ തുറക്കുമ്പോൾ തന്നെ കർത്താവ് എനിക്ക് പ്രസംഗ വിഷയം തരും. അത് പുൾപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നതിൻ്റെ കാര്യം കുറിച്ചല്ല. നമ്മൾ ഒരുക്കമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മളെ പിടിച്ച് രാജാക്കന്മാരുടെ മുമ്പിലോ അധികാരികളുടെ മുമ്പിൽ കൊണ്ട് നിൽക്കുമ്പോൾ എന്തോ പറയണമെന്ന് അറിയത്തില്ല. കർത്താവ് പറയാൻ ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങൾക്ക് വചനത്തെ തരും, ജ്ഞാനം തരും, എന്ത് സംസാരിക്കണം. അല്ലാതെ ചർച്ചിൽ പ്രസംഗിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല അവിടെ. അപ്പോൾ ഈ ഒരുങ്ങാതെ, ദൈവജനം ഒരുക്കാതെ വന്ന് പ്രസംഗിക്കുന്നവരൊക്കെ ഈ വാക്യം എടുത്ത് ആശ്രയിക്കാറുണ്ട്. പക്ഷേ ദൈവജനം ഒരുക്കി വേണം സഭയിൽ പ്രസംഗിക്കാൻ. പക്ഷേ അധികാരികളുടെ മുമ്പിൽ നമ്മളെ കൊണ്ടു നിർത്തുമ്പോൾ അവിടെ എന്തോ പറയണം, ദൈവം നമുക്ക് ജ്ഞാനം തരും. तो देखो, अधिकारियों के सामने क्या बात करने करके प्रभु हमको ज्ञान देगा, परमेश्वर का आत्मा में विस्डम देगा. पीटर और जॉन सबको अधिकारियों के सामने जब लेके गया तो वो लोग अचंभित हो गए. अല്ലേ? 4-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സസ് 13. പഠിയേ ജറ ഹിന്ദിയിലൊന്ന് വായിച്ചാട്ടോ, അത് മലയാളത്തിൽ ഒന്ന് വായിക്കാം. 4:13, 4:13. जब उन्होंने पतरस और यूहन्ना का साहस देखा और यह जाना कि ये अनपढ़ और साधारण मनुष्य हैं, तो आश्चर्य किया. फिर उनको पहचाना कि वे यीशु के साथ रहे हैं. അവർ പത്രോസും യോഹന്നാന്റെ ധൈര്യം കാണുകയാൽ, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവർ യേശുവിനോട് ആയിരുന്നു എന്നവർക്ക് കാര്യം മനസ്സിലായി. അപ്പം ഈ പത്രോസിൻ്റെ യോഹന്നാൻ്റെയൊക്കെ കാര്യങ്ങൾ ഇവർ കേട്ടപ്പോൾ ഇവർ ആശ്ചര്യപ്പെടും. ഇവർക്ക് തിയോളജിക്കലായിട്ട് കോളേജിലൊന്നും പോയിട്ടില്ല, പക്ഷേ എന്തോ ജ്ഞാനത്തോടെ സംസാരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന കൃപയാണെന്ന് മനസ്സിലാക്കണം. പ്രഭു हमको ज्ञान देता है क्या बात करना है करके. प्रेज गॉड. ഭാവന സിസ്റ്റർ के लाइफ में भी हो गया वो बात, मेरे तुरंत मेरे मन में आया. ഭാവന സിസ്റ്ററിൻ്റെ ലൈഫിൽ നടന്ന കാര്യം എൻ്റെ മനസ്സിലൂടെ ഉടനെ വന്നു. ഫാമിലി पूरा जब इकट्ठा उनको बीच में खड़ा किया, God gave her wisdom many times to speak what to speak. ആ സമയത്ത് എന്ത് സംസാരിക്കണം എന്നുള്ള കാര്യം കർത്താവ് സമയാസമയങ്ങളിൽ കൊടുത്തു. ഗോഡ് ഡസ് ദാറ്റ്. गॉड डस टिल टुडे. परमेश्वर में ज्ञान और समझ देगा. ओके, सो अधिकारी लोग हमें करेगा. उसका 20वां वचन जरा देखिए. എൻ്റെ 20-ാമത്തെ വാക്യം നോക്കിയൊക്കെ, 10:20, 10:20. क्योंकि बोलने वाले तुम नहीं परंतु तुम्हारे पिता का आत्मा तुम में बोलता है. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. The Holy Spirit will stand for a child of God. ഒരു ദൈവ പൈതലിന്
ദൈവവേദനയുടെ കൂടെ പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ദെൻ 21-22 വേഴ്സസ് പഠി 21-22 21-22 വാക്യം. ഈവൻ ദ ഫാമിലി വിൽ ബി അഗെയിൻസ്റ്റ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഒരു കുടുംബത്തിലുള്ളവർ പോലും നിങ്ങളുടെ എതിരെ വരും. നോട്ട് ജസ്റ്റ് റൂളേഴ്സ്, നോട്ട് ജസ്റ്റ് കിങ്സ്, രാജാക്കന്മാരും അധികാരികളും മാത്രമല്ല, ഈവൻ ദ വോൺ ഫാമിലി, കുടുംബത്തിലുള്ളവർ പോലും ഒരു ദൈവവൈതലിൻ്റെ എതിരെ വരും എന്നതിന് യാതൊരു തർക്കവുമില്ല. എൻ്റെ അമ്മച്ചിയുടെ ഒരു സാക്ഷ്യം ഞാൻ യൂട്യൂബ് ചാനൽ इട്ടിട്ടുണ്ട്. मेरे अम्मची का एक गवाही मैंने यूट्यूब चैनल में डाला. वो अकेली विश्वास में आई थी, पूरा फैमिली उनका अगेंस्ट हो गया था. मेरा मम्मी का मम्मी फैमिली अगेंस्ट हो गया था. उस ज़माने में वुमेन दे डोंट हैव वॉइस. जो है आदमी लोगों का ज़्यादा रूल होता है घर में. एंड इवन इन दैट स्टेट ऑल्सो शी स्टूड फॉर द फेथ. വിശ്വാസത്തിന് വേണ്ടി നിന്നു. ഷീ ഫേസ്ഡ് lot of problems in the family. But now she is more than 80 years, 50 വയസ്സിൽ കൂടുതലുണ്ട്. Till now she is in faith with that same hope ജൈസ നിക്കല था. When she remembered that day, ആ ദിവസം ഓർക്കുമ്പോൾ she automatically cries how the Lord was faithful to her. My dear brothers and sisters, Holy Spirit strengthens a believer and gives strength to speak, boldness to speak in dire situations. ഏറ്റവും പ്രധാന ഘട്ടങ്ങളിൽ എന്ത് സംസാരിക്കണമെന്നറിയാം, എങ്ങനെ നിൽക്കണമെന്ന് അറിയത്തില്ല. എന്നാൽ കർത്താവിൻ്റെ കൃപ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ബലം നൽകും. ഓക്കെ. ആൻഡ് ദെൻ വേഴ്സസ് 24 39 24 തൊട്ട് 39 വരെയുള്ള വാക്യങ്ങളിൽ ഇറ്റ് ടോക്സ് അബൌട്ട് ദ മീനിങ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ഒരു ശിഷ്യൻ്റെ അർത്ഥം എന്താണെന്ന് അവിടെ പറയുകയാണ്. 26, 28, 31 26, 28, 31. You know, a word is repeated. ഒരു വേർഡ് റിപ്പീറ്റഡാണ്. ഏത് വേർഡാന്ന് നോക്കിക്കേ. 26, 28, 31. Can anybody tell me what is that word is repeated? 26, 28, 31. Do not fear. Do not fear. എന്തുവാ ശശങ്ങളെ? ഗുരുവിനെ പോലെ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട ഇല്ലേ? 26 വാക്യം ഭയപ്പെടേണ്ട. 28 വാക്യം ഭയപ്പെടേണ്ട. 31 ഭയപ്പെടേണ്ട. അപ്പോൾ ഒരു ശിഷ്യൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അവന് ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ടല്ല, കർത്താവ് അവന് കൂടെ ഉള്ളത് കൊണ്ട്. ऐसी अवस्था में एक चेले को डरने की जरूरत नहीं है. क्यों? क्योंकि प्रभु उसके साथ है. लेकिन ഓൺ ദി അതർ സൈഡ്, മറ്റേ വശം കൂടെ ഞാൻ പറയാം, ഒരു ശിഷ്യന് യഥാർത്ഥ ഭയവുമുണ്ട്. ആരെയാ ശിഷ്യൻ ഭയപ്പെടുന്നത്? ചേല കിസ്കോ ഡർത്താ है? चेला के बारे में एक साइड क्या हमें समझना है कि चेला कुछ चीजों से नहीं डरता है, कुछ बातों से नहीं डरता है. वो डर क्यों नहीं डरता है? उसका विल पावर की वजह से नहीं, क्योंकि परमेश्वर उसके साथ है, इसके लिए नहीं डरता है. लेकिन ऑन दी अदर साइड चेला कुछ बातों से डरता भी है. ശിഷ്യൻ ചില കാര്യങ്ങൾ ഭയപ്പെടുന്നു. എന്താ ഭയപ്പെടുന്നത്? എന്താ ഭയപ്പെടുന്ന വിഷയം? നോക്കിക്കേ, 28 വാക്യം. 28 വാക്യം പഠിയ ജरा सिस्टर से. 28. जो शरीर को घात करते हैं पर आत्मा को घात नहीं कर सकते, उनसे मत डरना, पर उसी से डरो जो आत्मा और शरीर दोनों को नरक में नष्ट कर सकता है. How you know you are a disciple of Christ? യേശുവിന്റെ ശിഷ്യനാണെന്ന് എങ്ങനെ അറിയാം? 28 verse is the mark. Do you fear God? ദൈവത്തെ ഭയപ്പെടുന്നവരാണോ നാം? ഡിസൈപ്പിളുടെ ഒരു ഗുണമാണ്. He don't fear people. He don't fear situations because God is with him. കർത്താവിനോട് ഉണ്ട്. പക്ഷേ അവന് ഒരാളെ ഭയങ്കര ഭയമാണ്. ആരാ? ദൈവത്തെ. ആ ഭയം എന്ന് പറയുന്നത് പേടിയുള്ള ഭയമല്ല കേട്ടോ. അതായത് കള്ളം പോലീസിനെ കാണുന്നുള്ള ഭയമൊന്നുമല്ല. ഒരു കുഞ്ഞ് പിതാവിനെ കാണുന്ന ആ ബഹുമാനമുള്ള ഭയം. चोर जिस तरह पुलिस को देखता है वो डर नहीं है चेले को, बल्कि एक बच्चा अपने पिता को जैसा देखकर भय फियर करता है, दैट रिस्पेक्टफुल फियर.
दैट റിസ്പെക്ട്ഫുൾ ഫിയർ है एक ബിലീവർ को एक डिसाइपल को. എനിക്ക് എന്തും പറയാൻ പറ്റത്തില്ല, എനിക്ക് എങ്ങനെയും നടക്കാൻ പറ്റത്തില്ല, എനിക്ക് എന്തും ചിന്തിക്കാൻ പറ്റത്തില്ല, എല്ലാവരും ചെയ്യുന്നത് പോലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. जो बाकी लोग करते हैं वैसा मैं नहीं कर सकता हूँ, बिकॉज देर इज अ फियर ऑफ गॉड. देर इज अ फियर ऑफ गॉड. दैट फियर ഈസ് ഔട്ട് ഓഫ് റെസ്പെക്റ്റ്, ഔട്ട് ഓഫ് ലവ്, സ്നേഹത്തോടുള്ള ബഹുമാന സൂചകമായിരിക്കുന്ന ഭയം. യു നോ വൈ ദ ഡിസൈപ്പിൾ ഡു നോട്ട് ഫിയർ? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ജീസസ് ഇസ് വിത്ത് ഹിം. 31 verses 31, 31 വാക്യം, 30 and 31, 30, 31, സോറി 29, 30, 31, 29, 30, 31 വാക്യം നമ്മൾ വായിക്കുമ്പോൾ 31 വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷ ഉള്ളവരല്ലോ. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പം കർത്താവ് കരുതുന്ന കെയർ, ഗോഡ് കെയർസ് ഹിസ് डिसाइपल. एक चिड़िया को परमेश्वर इतना अधिक संभालता है तो अपने लहू से मोल लिया हुआ डिसाइपल को भी कितना अधिक केयर करने वाला परमेश्वर है. स्तोत्र, हालेलुया. Verses 34 onwards, 34 വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ഈവൻ ദ ഫാമിലി വിൽ ഹെയ്റ്റ് ദ ഡിസൈപ്പിൾ. കുടുംബത്തിലുള്ളവർ പോലും ശിഷ്യനെ ഭഗിക്കുന്നവരായിരിക്കും. लेकिन फैमिली से नहीं डरना है, मम्मी से पप्पा से नहीं डरना है. वो लोग अविश्वासी है, वो लोग वो करेगा ये करेगा वो सब करेगा करके सब कुछ बोलेंगे, लेकिन वो सब सुन के नहीं डरना. एक चेला, किससे भय? मोर देन पेरेंट्स, more than brothers and sisters, more than relatives, we have to fear God, we have to obey God. That is the meaning of discipleship. 11 അധ്യായത്തിലേക്ക് പെട്ടെന്ന് വരാം. 11 അധ്യായം, ചാപ്റ്റർ 11. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ഭയങ്കര ധീരതയോടെ പ്രസംഗിച്ച ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു സംശയം. जॉन यीशु मसीह के बारे में इतना अच्छा प्रचार करने वाले जॉन के अंदर एक डाउट आया. क्या डाउट है मालूम है? വേഴ്സസ് 3, 3 വാക്യം, 11:3. എന്താ സംശയം എന്നറിയാമോ? വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. എന്തുവാ ചോദിച്ചത് നോക്കിക്കേ. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തവൻ, ബലവാൻ എന്നൊക്കെ പ്രസംഗിച്ച ഈ മനുഷ്യൻ കാരാഗൃഹത്തിൽ ഇരുന്നപ്പോൾ ചോദിക്കുകയാണേ, വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ വേറെ വല്ലവരെ ഞങ്ങൾ അന്വേഷിക്കണോ എന്ന് ചോദിക്കാൻ ഡൗട്ട് വന്നു. ये व्यक्ति के अंदर ये सवाल है कि क्या आने वाला तू ही है या हम दूसरे की बाट जो है. क्या प्रचार करता था अभी तक? क्या आने वाला प्रभु, आने वाला, मेरे से जोरावरे करके बोलने वाला व्यक्ति के अंदर डाउट आया. इवन डाउट कैन कम इन द लाइफ ऑफ ए ग्रेटेस्ट प्रीचर. ഏറ്റവും വലിയ പ്രാസംഗികൻ്റെ ജീവിതത്തിലും സംശയങ്ങൾ വരാം. लेकिन जॉन के अंदर डाउट क्यों आया ऐसा? എന്തുകൊണ്ടാണ് യോഹന്നാൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡൗട്ട് വരാനുള്ള കാരണം? when I studied that, ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു വിഷയം. जॉन का प्रचार क्या था मालूम है? Jesus has come, judgment has also come. യേശു വന്നിരിക്കുന്നു, അതുകൊണ്ട് കർത്താവ് ന്യായം വിധിക്കാൻ വേണ്ടി വന്നിരിക്കുക. കോടാലി എവിടെ വെച്ചിരിക്കുന്നത്? വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹേരോദാവേ, നിന്റെ സമയം കഴിഞ്ഞു കേട്ടോ. പൊളിറ്റിക്കൽ രാജാക്കന്മാരെ, നിങ്ങളുടെ സമയമൊക്കെ കഴിഞ്ഞു. കാരണം വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്ന യേശു ന്യായം വിധിക്കാൻ വന്നിരിക്കുന്നു. യേശു മसीह आया है और वृक्षों के, पेड़ों के, दरख्त के उस रूट में कुल्हाड़ को रखा है और यीशु मसीह आया, जज करेगा. हेरोदा तुझे जज करेगा, इसको जज करेगा, सबको जज करेगा कर जॉन ने प्रचार किया. लेकिन जॉन अभी जेल में है, हेरोदा राजगद्दी में है. എന്നാൽ യോഹന്നാൻ ഇപ്പോൾ ജയിലിലാണ്. പിന്നെ ഹെരോദാവ് എവിടെ? ഹെരോദാവിന് ഒരു കുഴപ്പമില്ല. ഹെരോദാവ് പാപം ചെയ്യുന്നുണ്ട്, ഇവനെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടിയെല്ലാം ഒപ്പിച്ചു പോക്കുന്നുണ്ട്. അപ്പം കർത്താവെ, അങ്ങ് വന്നത് ന്യായം വിധിക്കാനല്ലേ, ഇത് തീർക്കാൻ വേണ്ടിയല്ലേ, അങ്ങയുടെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ വന്നത്? പിന്നെ എന്തിനാ ഞാൻ ജയിലിൽ, എന്തിനാ ഞാൻ ഈ ബുദ്ധിമുട്ടുന്നത്?
അങ്ങ് എപ്പോഴാണ് ഈ യേരോദാവിനെ ന്യായം വിധിക്കാൻ പോകുന്നത്? അങ്ങ് എന്താ ഒന്നും മിണ്ടാത്തത്? നമ്മളും പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, കർത്താവേ അങ്ങ് എന്താ ഒന്നും മിണ്ടാത്തത്, അങ്ങ് എന്താ ഒന്നും ചെയ്യാത്തത്? നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഇഷ്ടം പ്രകാരം കർത്താവ് എന്തെങ്കിലും ചെയ്യണമെന്ന്. നമ്മൾ സ്വസ്ഥയ്ക്ക് हमारे इच्छा के अनुसार प्रभु हमारे जीवन में काम करे. Do not stumble, brothers and sisters. God does not do things according to our plan and our calendar. God does things according to His plan and His ways. കർത്താവ് തൻ്റെ വഴി തൻ്റെ പദ്ധതിക്ക് അനുസരിച്ചാണ് ചെയ്യുന്നത്. John expected that Jesus will come and judge Herod. യേശു വന്ന് യേരോദാവിനെ ജഡ്ജ് ചെയ്യുമെന്നാണ് യോഹന്നാൻ ചിന്തിച്ചതെങ്കിൽ ജോണിനെ ദേക്കാ ജീസസ് കുച്ച് നീ കർ रहे हेरोदा को, आई एम इनसाइड द जेल. ഡൗട്ട് ആയ ആനെ വല്ല മിഷി ആപ്പേക്ക വരുവാനുള്ള നീ തന്നെയോ എന്ന് ചോദിക്കുക. നൗ ദ റിപ്ലൈ ഓഫ് ജീസസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. യേശുവിൻ്റെ റിപ്ലൈ നോക്കിക്കേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. യേശുവിനെ क्या റിപ്ലൈ किया? വേഴ്സസ് 5, 5 വാക്യം ഒന്ന് വായിച്ചോ. 5 വാക്യം. कि अंधे देखते हैं और लंगड़े चलते फिरते हैं, कोढ़ी शुद्ध किए जाते हैं और बहरे सुनते हैं, मुर्दे जिलाए जाते हैं और कंगालों को सुसमाचार सुनाया जाता है. 5 വാക്യം പറയുകയാണ്, യേശു അവരോട് കുരുടർ കാണുന്നു. 4 വാക്യം യേശു പറഞ്ഞു, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുശുദ്ധമായി, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാർക്ക് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ യോഹന്നാനോട് എന്ന് പറയാം. ഇതെന്ത് മറുപടിയാ? ये कौन सा जवाब है? Actually Jesus was quoting Isaiah 35 verses 4 and 5. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യം യേശു കോട്ട് ചെയ്യുക. യേശയ്യ 35 4ഉം 5ഉം. യേശയ്യ 35 verses 4 and 5. യേശയ്या ने ऑलरेडी प्रोफेसाई किया, जीसस മെഷിയ जब आएगा तो ये सब काम करेगा. മെഷിയ വരുമ്പോൾ ഇതെല്ലാം ചെയ്യുമെന്ന് യെശയ്യാവ് ഓൾറെഡി പ്രവചിച്ചു. അപ്പം തിരുവചനത്തെ ഉദ്ധരിച്ച് യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാനെ നീ തിരുവചനത്തിലേക്ക് ശ്രദ്ധിക്ക്, നിന്റെ സംശയങ്ങളെല്ലാം മാറും. എന്നെക്കുറിച്ച് പറഞ്ഞത് അത് നിവൃത്തിയായിരിക്കൊണ്ടിരിക്കുകയാണ്. ന്യായം വിധിക്കുന്ന സമയം ഇതുവരായിട്ടില്ല, അത് വരും പിന്നത്തേതിൽ. എന്നാൽ എന്നെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് അത് നിവൃത്തിയായിരിക്കൊണ്ടിരിക്കുകയാണ്. വരുവാനുള്ളവൻ ഞാൻ തന്നെ. यूहन्ना को परमेश्वर ने क्या बोला मालूम? एशिया 35 में एशिया ने मेरे बारे में जो नबूवत किया था ना, भविष्यवाणी किया था, वो पूरा होते जा रहा है. जजमेंट करने का एक टाइम है, अभी नहीं है जॉन, वो बाद में है. लेकिन यशिया नबी ने मेरे बारे में जो भी बोला है वो होते जा रहा है. उसका मतलब ये है, यशिया ने बोला वो मेशिया मैं ही हूं. तेरे अंदर का डाउट जाने के लिए एक ही मेडिसिन है, കം ബാക്ക് ടു ഗോഡ്സ് വേർഡ്. നമ്മുടെ ഉള്ളിലുള്ള ഡൗട്ട് പോകാൻ, സംശയങ്ങൾ പോകാൻ ഒറ്റ മരുന്നേ ഉള്ളൂ. തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിരുവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സംശയങ്ങൾ മാറുകയുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള ഡൗട്ടുകളും നമ്മുടെ ഉള്ളിൽ വരുന്ന ഭയങ്ങളും എല്ലാം മാറണമെങ്കിൽ തിരുവചനത്തിലേക്ക് മടങ്ങി വരണം. ഗോഡ്സ് വേർഡ് മേ हमको लौट के आना है. ചാപ്റ്റർ 11 का 20 से जब हम लोग पढ़ेंगे, 11 അധ്യായം അതിൻ്റെ 20 വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, കർത്താവ് ധാരാളം അത്ഭുതവും അടയാളവും ചെയ്ത കൊരേസിൻ, കപർനഹും എന്ന പട്ടണങ്ങളെ ദൈവം ഒരു ദിവസം ന്യായം വിധിക്കും. बहुत काम हो गया वह कोरेसिन, बहुत काम हो गया वह कफरनहुम. प्रभु का अद्भुत काम को देखा, प्रभु का वचन को सुना, लेकिन वो लोग ने रिपेंट नहीं किया. ദൈവവചനം ധാരാളം കേട്ടു. ഓൺലൈനിൽ കേൾക്കുന്നു, സൂമിൽ കേൾക്കുന്നു, ചർച്ചിൽ കേൾക്കുന്നു, ധാരാളം പ്രസംഗം കേൾക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ അറിയാം, ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു, ദൈവം ഒത്തിരി ജീവിതത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കൊരേസിനും കഫർനഹൂമിനും വന്ന ഗതി നമുക്ക് വരരുത്. അവർ ധാരാളം പ്രസംഗം കേട്ടു, അവർ ധാരാളം അത്ഭുതങ്ങൾ കണ്ടു, എന്നാൽ മാനസാന്തരപ്പെട്ടില്ല. बहुत सारा प्रचार को सुना, बहुत सारा अद्भुत उनके जीवन में हुआ, लेकिन कफरनहूम और खोरेसिन मन नहीं फिराया. मन नहीं फिराया. अगर मन नहीं फिराएंगे तो प्रचार बहुत सुन के फायदा नहीं. ഒത്തിരി പ്രസംഗിച്ചത് കൊണ്ടോ, ഒത്തിരി പ്രവർത്തിച്ചത് കൊണ്ടോ, ഒത്തിരി മിനിസ്ട്രി, വലിയ മിനിസ്ട്രി ആയിരിക്കുന്നത് കൊണ്ടോ, ഒത്തിരി പ്രസംഗം നമുക്കറിയാവുന്നത് കൊണ്ടും പ്രസംഗം കേട്ടത് കൊണ്ടും ഒന്നുമല്ല പ്രിയരെ. കേൾക്കുന്നത് നമുക്ക് ഗുണീകരണമാകണമെങ്കിൽ മാനസാന്തരപ്പെട്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ചെങ്കിൽ മാത്രമേ നാം രക്ഷിക്കപ്പെടുകയുള്ളൂ. ഓക്കെ,
25 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങൾ, 25 से लेके 30 वचन में जीसस इज टेलिंग, കം ആൻഡ് ലേൺ ഫ്രം മീ. 29 വാക്യം നമുക്കറിയാം. 11:29 കർത്താവ് പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ. കർത്താവിൻ്റെ അടുക്കൽ വന്നതേ കേവലം രക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോടുകൂടെ പഠിക്കാനും കൂടെ നാം വന്നിരിക്കുന്നത്. എന്ത് പഠിക്കാനാ? അവിടെ ഒരു കാര്യം, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ. അപ്പോൾ കർത്താവിനോടുകൂടി പഠിക്കുന്നത് എന്താണ്? സൗമ്യതയുള്ള ജീവിതം. സൗമ്യതയും താഴ്മയുമാണ് കർത്താവിൽ നിന്ന് പഠിക്കുന്നത്. വേ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ഒരു ശിഷ്യൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഗുണമാണ് ദൈവഭയം എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ കാണുന്നത് സൗമ്യതയും താഴ്മയും. അതെന്താണെന്ന് ഞാൻ പറയാം, അതിനുശേഷമേ നിങ്ങൾ മീറ്റിംഗ് വിട്ടുപോകാം. इधर देखिए 29 में लिखा है कि मेरा जुआ तुम अपने ऊपर उठाओ और मुझसे सीखो. Jesus is saying, come and learn from me. Many believers do not want to learn. बपतिस्मा लिया, चर्च में आता है, ऑफरिंग देता है, स्वर्ग जाएगा सोचा है. अयो तेटी, गलत हो गया मैं. जीसस इज सेइंग, कम एंड लर्न फ्रॉम मी. मेरे पास आकर मुझसे सीखो. क्या सीखना है? यीशु से सीखने का पूरा अगर लेंगे तो 2 वर्ड में हम लोग उसको लेके आ सकते हैं. 2 വാക്കിൽ നമുക്ക് കൊണ്ടുവരാം. എന്താ? താഴ്മയും സൗമ്യതയും. യേശുവിൽ നിന്ന് പഠിക്കുന്ന എല്ലാ കാര്യത്തിന് രത്ന ചുരുക്കമായി പറയേണ്ട കാര്യം സൗമ്യതയും താഴ്മയും. 2 बातें क्या है वो? वहाँ पर लिखा है कि मैं नम्र और मन का दीन हूँ. वी लर्न हम्बलनेस. അപ്പോൾ എന്താ ഈ താഴ്മ? എന്താ ഈ സൗമ്യതേൻ്റെ അർത്ഥം എന്താ? സൗമ്യതേൻ്റെ അർത്ഥം എന്തോ? പലരും തിരിച്ചിരിക്കുന്നത് സൗമ്യത എന്ന് പറയുമ്പോൾ ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നതാണ്. പിന്നെ സൗമ്യത എന്ന് പറയുമ്പം ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ നടക്കുക എന്നൊക്കെയുള്ളതാണ് പലരും ധരിച്ചിരിക്കുന്നത്. സൗമ്യത എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല എൻ്റെ അർത്ഥം. क्या है हम्बलनेस का मतलब? मैं अपने बच्चों को लेके एक बार एक जगह पर गया था. उधर 2 घोड़े लोग थे, 2 കുതിര ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എടുത്തു പോയി. एक घोड़ा बहुत शांत है, ഒരു കുതിര ഭയങ്കര ശാന്തമാണ്. दूसरा घोड़ा जो है दोनों पैर ऐसा रख के ऐसा बहुत डिस्टर्ब्ड है. മറ്റേ കുതിര 2 കാലും ഇങ്ങനെ പൊക്കി ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. तो मैं चलाने वाले को पूछा तो मैं बोला ये शांत क्यों है? ഇതെന്താ ഇത്ര ശാന്ത്, എന്താ ഇങ്ങനെ മൗനമായിരിക്കുന്നത്? ഒരു ഭയങ്കര കാമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് മെരുക്കിയ കുതിരയാണ്. ഇത് ഓട്ട മത്സരത്തിൽ ധാരാളം ഓടി മത്സരിച്ച് വിജയിച്ച കുതിര, മെരുക്കിയതാണ്. അതുകൊണ്ടിത് ശാന്തമാണ്. മറ്റേതിന് ഇപ്പോഴും ഇതുവരെ മെരുക്കിയിട്ടില്ല, അതിങ്ങനെ ഓൺ ദ പ്രോസസ്സാണ്. അതാ ഈ ബഹളം കാണിക്കുന്നത്. तब मैंने उससे पूछा कि ये जो घोड़ा क्यों इतना शांत है, बहुत काम एंड क्वाइट है? मुझे बोला कि ये घोड़ा जो है बहुत रेस में गया हुआ, बहुत साल हो गए, बुढ़ा हो गया है. बुढ़ा हो गया और ये सालों साल मास्टर्स के नीचे रुक के उसने सीख लिया, इसलिए काम है. दूसरा जो है ना, वो ऐसे दोनों पैर ऐसे ऊपर करा है, उधर भाग रहा है, इधर भाग रहा है, चिल्ला रहा है, वो करना है. वो अभी तक किसी मास्टर के नीचे पूरा अभी तक आया नहीं, उसको सीख रहा है वो. See the difference? ഇപ്പോൾ സൗമ്യത എന്ന് പറയുമ്പോൾ മാസ്റ്ററിൻ്റെ കീഴിൽ, കയ്യിൻ്റെ കീഴിൽ താണിരിക്കുന്നതാണ് സൗമ്യത എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞ അനുസരണമാണ്. हम्बलनेस का मतलब क्या है? ओबीडियंस. मास्टर का हाथ के नीचे, മാസ്റ്റർ का हाथ के नीचे. ആ കുതിരെ ഒന്ന് തലയോടുമ്പോൾ ആ കുതിരയ്ക്ക് അറിയാം എന്ത് മാസ്റ്റർ. മറ്റേ കുതിരയെ പോലെ ഇതിനും കാലൊക്കെ പൊക്കാം, അവിടെ ഇവിടെയൊക്കെ ഓടാം, പക്ഷെ अंडर कंट्रोल्ड. मास्टर के नीचे अंडर कंट्रोल्ड है. दूसरे घोड़े के जैसे हाथ पैर ऊपर कर सकता है, बहुत कुछ कर सकता है. ये घोड़ा नहीं करेगा, बिकॉज दिस हॉर्स इज अंडर कंट्रोल. दैट इज व्हाट वी लर्न फ्रॉम क्राइस्ट. ക്രിസ്തുവിൽ നമ്മൾ പഠിക്കുന്നതാ താഴ്മ. കീഴെ ഇരുന്ന് അവൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴെ ഇരിക്കുന്നവനെ തക്ക സമയത്ത് ഉയർത്തും എന്നൊക്കെ നമ്മൾ പറയും. അതെ, തക്ക സമയം എന്ന് പറയുമ്പം നമുക്ക് ഗൾഫിൽ വലിയ ജോലി കിട്ടും, അതല്ല.
തക്ക സമയം എന്ന് ഉദ്ദേശിക്കുന്നത് പത്രോസ് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്ന്നിരിക്കുന്നൊരു ദൈവം ഇതല്ലേ. കർത്താവിൻ്റെ വരവിൽ അവന് ഉയർത്തുന്ന സുദിനം അടുത്തു വന്നിരിക്കുക. ആ സമയം വരെ അവനോടുകൂടെ നടന്ന് പഠിക്കുവാനാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. उस टाइम तक प्रभु के साथ चलने के लिए पत्रोस में एक वचन है, उसके बलवंत हाथों के नीचे अपने आप को अ, अपने आप को रखो और वो उचित समय पर तुम्हें उठाएगा. ये विल लिफ्ट यू अप इन ए ड्यू टाइम. उसका मतलब क्या है? इधर हमको प्रमोशन मिलने के बारे में है क्या? नो, इन ड्यू टाइम. उचित समय का मतलब ये है സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് എ മീനിങ്. രണ്ടാമത്തെ വരവിനെ കുറിച്ചത്. വെൻ ജീസസ് വിൽ കം അറ്റ് സെക്കൻഡ് അഡ്വെൻറ്റ്, he will lift his children who are under his hand. उसके बलवंत हाथों के नीचे जो सबमिसिव है, जो ओबीडियंट है, जो हम्बल है, यीशु मसीह उनको ड्यू टाइम पे ग्लोरीफाई करने वाला है, तेजस्കരിക്കും. May the Lord bless us. Doubt can come, but let us go back to the scriptures. ഡൗട്ടുകൾ വരാം, ഭയം വരാം, എന്നാൽ തിരുവചനത്തിലേക്ക് നാം മടങ്ങിപ്പോകാം. ഹോളി സ്പിരിറ്റ് വിൽ ഗീവ് എ സ്ട്രെങ്ത്നെസ് ടു സ്പീക്ക്. പരിശുദ്ധാത്മ നമുക്ക് ബലം നൽകും സംസാരിക്കാൻ. ദ ലോർഡ് ഇസ് സ്റ്റാൻഡിങ് ബിസൈഡ് അസ് ടു ഹെൽപ്പ്. കർത്താവ് നമ്മളെ സഹായിക്കും. ഈ वी आर अमॉन्ग द वोल्व्स, लोमड़ियों के बीच में एक भेड़ के जैसा है. डेंजर्स इज देयर, बट क्राइस्ट इज विथ अस. അപകടങ്ങളും ഒത്തിരി ഉണ്ട്, പക്ഷെ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഷാൽ വി പ്രേ? ഷാൽ വി സബ്മിറ്റ് അവർ ലൈഫ്? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ യഥാർത്ഥ ശിഷ്യൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ? ഡു ഐ ഫിയർ ദ ലോഡ്? ഞാൻ കർത്താവിനെ ഭയപ്പെടുന്നുണ്ടോ? ദർ ആർ മെനി ഫിയർസ്. ഫിയർ ഓഫ് ഹൈറ്റ്, ഫിയർ ഓഫ് ആനിമൽസ്, ഫിയർ ഓഫ് ദാറ്റ്, ദിസ്. ബട്ട് ആർ വി മിസ്സിങ് ദ ഫിയർ ഓഫ് ദ ലോഡ് ഇൻ അവർ ലൈഫ്? ദൈവഭയമില്ലാതിരിക്കുന്ന ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? ദൈവഭയം ഇല്ലാത്ത ജീവിതം അത് വളരെ നിരാശകരമായിരിക്കുന്ന ജീവിതമായിരിക്കും. സ്തോത്രം. ദൈവഭയത്തോടെ ജീവിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. परमेश्वर के भय से जीने के लिए हमें परमेश्वर कृपा देने दो, to bear a good fruit of discipleship. Jesus did not say the road is easy. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല റോഡ് നല്ല റോഡായിരിക്കും കേട്ടോ, ഒരു പ്രശ്നമില്ല. ജീസസ് said the road is tough. Jesus did not say you are between the believers, you are between the good people. Jesus said you are between the wolves, ലോമഡിയോ के बीच में, ചെന്നായ്ക്കളുടെ ഇടയിലാണ്. കർത്താവ് പറഞ്ഞില്ല നിങ്ങൾ നല്ല മനുഷ്യരുടെ ഇടയിലായിരിക്കും കേട്ടോ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്നല്ല കർത്താവ് പറഞ്ഞത്. ചെന്നായ്ക്കളുടെ ഇടയിലാണ്, പക്ഷേ അവരുടെ നടുവിൽ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഐ ആം വിത്ത് യു. പ്രൈസ് ഗോഡ്. ഷാൽ വി ക്ലോസ് അവർ ഐസ് ആൻഡ് ലെറ്റ് us pray? പ്രാർത്ഥന കरेंगे.